ക്രൈസ്തവ ജനസംഖ്യ ഏറെയുള്ള ബ്രസീലിൽ ദേവാലയങ്ങളിൽ കടന്നാക്രമണം നടത്തി വിശുദ്ധ കുർബാനയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഒരു പതിവായി മാറുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9-ന് ബ്രസീലിലെ മാസിഡോയിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലോർഡ് ഓഫ് ബോണിഫം ദേവാലയത്തിൽ അജ്ഞാതർ ദേവാലയ വാതിൽ കുത്തിത്തുറന്ന് സക്രാരി തകർക്കുകയും വിശുദ്ധ കുർബാനയെ അപകീർത്തിപ്പെടുത്തുകയും വിശുദ്ധ വസ്തുക്കൾ മോഷ്ടിക്കുകയും ചെയ്തു. കൂടാതെ ദേവാലയത്തിന്റെ മറ്റു വസ്തുക്കളും ഉപകരണങ്ങളും നശീകരണ ശ്രമങ്ങൾക്ക് വിധേയമാക്കിയെന്നും ഇടവക വികാരി ഫാദർ ജോസഫ് കെർമസ് മാർട്ടിൻസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. പ്രസ്തുത പ്രവൃത്തി വെറുമൊരു നശീകരണ പ്രവൃത്തി മാത്രമല്ലെന്നും വിശുദ്ധ കുർബാനയെ അപകീർത്തിപ്പെടുത്തുന്ന വിദ്വേഷകരമായ പ്രവൃത്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം മോഷണ ശ്രമങ്ങൾ ബ്രസീലിൽ വ്യാപകമാകുന്നുണ്ടെന്നും ദിവ്യകാരുണ്യത്തിന് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ വിശ്വാസികളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ടെന്നും ഫാദർ ജോസഫ് കെർമസ് മാർട്ടിൻസ് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയും പ്രസ്തുത ദേവാലയത്തിന് സമീപത്തുള്ള തിരുഹൃദയ ചാപ്പലിലും സമാന സംഭവം അരങ്ങേറിയിരുന്നു. മോഷണ നശീകരണ ശ്രമങ്ങൾ നടന്ന അവർ ലോർഡ് ഓഫ് ബോണിഫം ദേവാലയത്തിന്റെ ദൃശ്യങ്ങൾ ഇടവക തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. തിരുവോസ്തിയും കാസ പീലാസ തുടങ്ങിയവ ദേവാലയത്തിൽ ചിതറിക്കിടക്കുന്നത് വ്യക്തമായി ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അക്രമസംഭവത്തെക്കുറിച്ച് സ്ഥലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേവാലയത്തെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും കൃത്യമായ അറിവുള്ളവരാണ് അക്രമികൾ എന്നാണ് പോലീസിന്റെ നിരീക്ഷണം. കൂടാതെ അക്രമികൾ മോഷണത്തിനിടെ തിരുവോസ്തി ഭക്ഷിക്കുകയും വിശുദ്ധ കുർബാനയ്ക്കായി ഉപയോഗിക്കാൻ സക്രാരിയിൽ സൂക്ഷിച്ചിരുന്ന വീഞ്ഞ് കുടിക്കുകയും ചെയ്തു എന്നാണ് അന്വേഷണ ചുമതലയുള്ള ലൂസിയാനോ പെരേരയുടെ നിഗമനം. ഒന്നിൽ കൂടുതൽ ആളുകൾ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിലും 2 ഫാൻ ഒഴിച്ച് വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ ഒന്നും തന്നെ അവർ മോഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ മോഷണ ലക്ഷ്യം വിശുദ്ധ വസ്തുക്കൾ തന്നെയായിരുന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വിശുദ്ധ കുർബാനയെ അപകീർത്തിപ്പെടുത്തിയ പ്രസ്തുത സംഭവത്തിന് പ്രായശ്ചിത്തമായി മാസിഡോ ആർച്ച് ബിഷപ്പ് അന്റോണിയോ മൊനസ് ഓഗസ്റ്റ് 11-ന് മോഷണശ്രമം നടന്ന ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയർപ്പിച്ചു. വൈദികരും സന്യസ്തരും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഓഗസ്റ്റ് 12 രാവിലെ 6 മണി വരെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടത്തുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.